കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അന്നേരം ഭക്ത്യാ വന്ദിച്ചിരുത്തിനാം നന്നായി വിഷ്ണുരാതൻ ബ്രഹ്മരാതനെ. ജന്മസാഫല്യമെന്തെന്നറിവാനായി നന്മ ചോദിച്ച കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ആദിത്യനുദയേത്തെ മേരം പോലെ ദൂരെ നീങ്ങുന്നു മോഹം നമുക്കിപ്പോൾ. ആതുരാണാമനുഗ്രഹം നിങ്ങളാൽ താനെ കൈവരും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇന്നെനിക്കു വിശേഷിച്ചു വേണ്ടതോ വന്നു കാരുണ്യത്തോടെ ഭവാന്മാരെ. ഒന്നു ചൊല്ലേണമെന്തു പുരുഷനു നല്ലതേറ്റവും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഈ വണ്ണമറിയിച്ചൊരു ഭൂപന്റെ ഭാവം കണ്ടരുൾ ചെയ്തു മുനിജനം. ഈ വണ്ണമുള്ളൊരുദ്യോഗമാത്മാവിൽ കൈവിടാമോക്ഷം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഉത്തമനിവൻ വിഷ്ണു ഭക്തൻ തുലോ ശുദ്ധചിത്തൻ വിരക്തൻ വിഷയത്തിൽ. എത്തുമിന്നു പരബ്രഹ്മ സായുജ്യം പാർത്തിരിക്കണം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഊനം വാരാ പരിജ്ഞാനവാരിധി മാനിച്ചാനൃപനോടരുളീശുകൻ. ജ്ഞാനിമാരാം മുനിമാരിലഗ്രണി ജ്ഞാനമെത്രയും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. എത്രയും നന്നു വൈദുഷ്യം ഭൂപതേ പ്രശ്നമീ വണ്ണം വേണ്ടു മഹാജനം. നിഷ്ഫലം ഭ്രമിച്ചിടുന്നു ഭൂപന്റെ ലക്ഷണം നല്ലു കൃഷ്ണ ഹരേ ജയ.
കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഏതും താനറിയാതെ പഴുതേ പോ പാതിയായുസ്സും നിദ്രയാ ജന്തുനാ പാതി മറ്റേതുമോരോ ദുരാഗ്രഹാൽ പാപികൾക്കഹോ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഐവരെയും അടക്കേ മനക്കാമ്പിൽ ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ഐവരെയും അടക്കേ മനക്കാമ്പിൽ ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ചൊവ്വിൽ കാണുന്ന നേരം ഇങ്ങാനന്ദം ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ചൊവ്വിൽ കാണുന്ന നേരമിങ്ങാനന്ദം കൈവരും നൂനം കൃഷ്ണ ഹരേ ജയ. ഐവരെയും അടക്കേ മനക്കാമ്പിൽ ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ചൊവ്വിൽ കാണുന്ന നേരമിങ്ങാനന്ദം കൈവരും നൂനം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഉന്നിതാത്മാവു കാണപ്പെടുന്നതും എന്നു കാണുമ്പോൾ കാണാം ഭഗവാനെ. എന്നും ഗോവിന്ദാനുഗ്രഹം കൂടാതെ വന്നിടാ മോക്ഷം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഓതിടാം നാലു വേദങ്ങളും ധന്യയാഗം ദാനവും സന്യാസയോഗവും. ഓതിടാം നാലു വേദങ്ങളും ധന്യയാഗം ദാനവും സന്യാസയോഗവും. ചേതസിൻ്റെ മലം കളഞ്ഞിടുവാൻ ഭക്തിയോടട കൃഷ്ണ ഹരേ ജയ. ഓതിടാം നാലു വേദങ്ങളും ധന്യ യാഗം ദാനവും സന്യാസയോഗവും. ചേതസിൻ്റെ മലം കളഞ്ഞിടുവാൻ ഭക്തിയോടട കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഔദാര്യം ചേരും ദേഹഗേഹാദിയിൽ മോഹം കൈവിട്ടു സജ്ജന സംഗത്താൽ സ്വാദു തോന്നി മുകുന്ദ കഥാരസേ. ഭേദവും തോന്നാം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ.
ഔദാര്യം ചേരും ദേഹഗേഹാദിയിൽ മോഹം കൈവിട്ടു സജ്ജന സംഗത്താൽ സ്വാദു തോന്നി മുകുന്ദ കഥാരസേ സ്വാദു തോന്നി മുകുന്ദ കഥാരസേ ഭേദവും തോന്ന കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അക്കഥ കേൾപ്പിക്കയല്ലാതെ ദുഷ്കഥ കൊണ്ടു പോക്കൊല്ല രക്ഷണം അക്കഥ കേൾപ്പിക്കയല്ലാതെ ദുഷ്കഥ കൊണ്ടു പോക്കൊല്ല രക്ഷണം അകർമ്മത്തോളം നന്നല്ലൊരു കർമ്മം അകർമ്മത്തോളം നന്നല്ലൊരു കർമ്മം കർമ്മം ഛേദിപ്പാൻ കൃഷ്ണ ഹരേ ജയ അക്കഥ കേൾപ്പിക്കയല്ലാതെ ദുഷ്കഥ കൊണ്ടു പോക്കൊല്ല രക്ഷണം അകർമ്മത്തോളം നന്നല്ലൊരു കർമ്മം കർമ്മം ഛേദിപ്പാൻ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ. ശ്രീമദ് ഭാഗവതം കിളിപ്പാട്ട് നവമസ്കന്ധം. നാരായണ 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 ഹരിനാരായണ നാരായണ 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 തത്തേ വരികരികത്തിരുന്നോമലേ ചിത്തം തെളിഞ്ഞിനിയും പറഞ്ഞിടടോ മുക്തിപ്രദം മുനിവൃന്ദ നിഷേവിതം ഭക്തിഗമ്യം പരമാനന്ദ സാധനം നിത്യമാനന്ദസിദ്ധം പരമാമൃതം വക്തും വിഷയമല്ലാതൊരവ്യക്തകം ചിൽ സ്വരൂപ പ്രമാണം ഗുരുപ്രേരിതം തത്വമെൻ ചിത്തേ ദൃഢീകരിച്ചിന്നു ഞാൻ ശുദ്ധാത്മന മതിസ്വസ്ഥനായേനിനി മുക്തിയൊഴിഞ്ഞൊരു കാംക്ഷയുമില്ലടോ നല്ലതെല്ലാവർക്കും വരുത്തുവാനുള്ളതു ചൊല്ലാം അതിനിടയുള്ള കാലാന്തരാൽ നല്ലതേതെന്നറിവാനും പണിതുലോം നല്ലവർ ചൊന്നതു നല്ലതെന്നാകയാൽ നല്ലവണ്ണം കേട്ടുകൊള്ളിൻ എല്ലാവരും
ചൊല്ലും ഇതു നവമം കൊണ്ടു കേവലം ചൊല്ലഴും ഈശാന സത്കഥാനീതികൾ. തുല്യരാം ഈശന്മാരായതു ഭൂവരർ എല്ലാം പുനരതിലേഴാമതിന്നെഴും വൈവസ്വതമനുവംശ വിസ്താരങ്ങൾ ചൊൽവനിവിടെ ജഗന്നയനാകിയ നാരായണനുടെ നാഭിസരോജത്തിൽ ആരൂഢമോദേനവം നുളനാകിയ സാരസ സംഭവൻ തൻ മനസ്സിങ്കൽ നിന്നാറു തപോധനരുണ്ടായി ചമഞ്ഞതിൽ. ആറു തപോധനരുണ്ടായി ചമഞ്ഞതിൽ മുന്നേവനായ മരീചിക്കു കശ്യപൻ നന്ദനായി ചമഞ്ഞാൻ അവൻ തന്നുട വല്ലഭമാർ 13 പേരായതിൽ. മല്ലവിലോചനയാകും അതിഥി താൻ പെറ്റുള്ളവരിൽ വിവസ്വാനുനന്ദനൻ കുറ്റമൊഴിഞ്ഞു വൈവസ്വതൻ എന്നു പേർ പെറ്റ മനുപ്രവരോത്തമനത്രയും ചുറ്റമിയെന്നു വെട്ടിയിടിനാൻ ശ്രദ്ധയേ. ദമ്പതിമാരൊരുമിച്ചു സുഖിച്ചതിസംപ്രീതരായി വസിച്ചിടിനാരന്വഹം. സന്തതിയില്ലായികയാൽ പരിതാപവും അന്തർമനസി വളർന്നവൻ അന്നുടൻ പുത്രനുണ്ടാവതിനായി കൊണ്ടു താൻ മുതിർന്നു ഉത്തമദേശികനെ കൊണ്ടു സാദരം മിത്രാവരുണന്മാരെ യജിപ്പിച്ചതിഭക്ത്യാമുദാ പരിവർത്തിച്ചിരുന്ന നാൾ പുത്രിയെ പ്രാർത്ഥിച്ചൊരിക്കൽ സമയകേ ശ്രദ്ധയും ഹോതാവിനോടാശു ചൊല്ലിനാൾ. ഹോതാവതിനനുസാരിയായി നിൽക്കയാൽ ജാതയായുള്ളൊരു കന്യകാരത്നവും പേരവൾക്കങ്ങിളയെന്നായി ചമഞ്ഞതിപ്പാരിലീ വണ്ണം ഭവിപ്പതിനെന്തൊരു കാരണം? പുത്രാർത്ഥമായി ചെയ്ത കർമ്മവും നേരെ വിപരീതമായതെന്തെന്നവൻ ദേശികൻ തന്നെ തൊഴുതു ചോദിച്ചു ഭൂമീശനും. ദേശികൻ തന്നെ തൊഴുതു ചോദിച്ചു ഭൂമീശനും സൂക്ഷ്മം ഗ്രഹിച്ചു വസിഷ്ഠനും. പുംസ്ത്വം ഭഗവത് പ്രസാദേന ചേർത്തുകൊണ്ടാസ്തയാ സൗഖ്യം വളർത്തിരുന്നേടിനാൻ. സുദ്യുമ്നൻ എന്നു പേർ പെറ്റുകൊണ്ടാനുടൻ എത്രയും ഇഷ്ടനായാൻ മനുവീരനും. അന്നൊരു നാൾ മൃഗയാ വിവശേന താൻ ചെന്നു മഹാമേരു തന്നുടെ സന്നിധൗ വിണ്ണോടുരുമ്മും കുമാരൻ മഹാവനം തന്നിലെങ്ങും തഥാ സഞ്ചരിക്കും വിധൗ പിന്നെയും പെണ്ണായി ചമഞ്ഞാൻ ഇതെന്തു ഞാനെന്നവനേറ്റം പരവശപ്പെട്ടുടൻ നിന്നുഴന്നാൻ അതിനുണ്ടൊരു കാരണം. ചെന്നാർ മുനികൾ മഹേശനെ കാൺമതിനന്നിലത്ത സമയം ഗ്രഹിക്കായികയാൽ പെട്ടെന്ന് ഋഷികളെ കണ്ടു മഹേശ്വരി ഇഷ്ടരതിഭംഗവും വന്നു സംഭ്രമാൽ. ലജ്ജയും പൂണ്ടുടുത്തിടിനാൾ വസ്ത്രവും നിർജ്ജരതാപസന്മാരതു കണ്ടുടൻ പോയാർ ബദര്യാശ്രമത്തിനു സത്വരം. ഭൂയ ശപിച്ചരുളേടിനാളീശ്വരി ഇന്നു തൊട്ടിങ്ങിവിടത്തിൽ വരുന്നവൻ പെണ്ണായി വരികയെന്നഞ്ചസ കേവലം തന്നുള്ളിലെ കഥ താൻ അറിയാതെ പോയി ചെന്നുടൻ പെണ്ണായി ചമഞ്ഞു സുദ്യുമ്നനും. നിന്നുഴന്നേറ്റം ജലത പിണഞ്ഞവൻ അന്നു മടങ്ങി നടന്നു പോരും വിധൗ മധ്യേ ബുധൻ കണ്ടു മുഗ്ധാംഗി തന്നിലങ്ങുൾത്തൂർന്ന രാഗം കലർന്നു പരവശാൽ. ഭാര്യയായിക്കൊണ്ടാൻ അവൾ പെറ്റവൻ അന്നു വീര്യനൃപനുളനായാൻ പുരൂരവ. സോമാന്വയത്തിങ്കലാദിരാജാവൻ കാമിനിയായോരിളയുമനന്തരം തത്കുലാചാര്യനായുള്ള വസിഷ്ഠനോടക്കഥയെല്ലാം അറിയിച്ചു ഖിന്നനായി നിൽക്കും നളവിൽ മുഴുത്ത കൃപയോടും ഉഗ്രനെ കൂപ്പി സ്തുതിച്ചു വസിഷ്ഠനും. സുദ്യുമ്നാമിള പുംസ്ത്വം ഉപേക്ഷിച്ചു ഭക്തിയാ വണങ്ങി നിൽക്കുമ്പൊഴുതീശ്വരൻ തന്നുടെ കോപവും ദേവിതൻ ശാപവും വന്നു സേവിക്കും വസിഷ്ഠാഭിലാഷവും.
അന്യഥാത്വം വരായ്വാനുപായാർത്ഥമായൊന്നരുൾ ചെയ്താൻ ഇതു കേൾ മഹാമതേ. മാസങ്ങളോരോന്നിടയിട്ടിടയിടെ വാസമുണ്ടാം പുമാരായി നീയെങ്കിലോ പോയാലും എന്നയച്ചാൻ ഇന്ദുശേഖരൻ. പോയാൻ ഇളയോടുകൂടെ വസിഷ്ഠനും നാഥൻ അരുൾ ചെയ്ത വണ്ണമനന്തരം മാസമിടയിട്ടു പൂരുഷനായി ചിരം. അങ്ങനെ വാഴുന്ന കാലത്തവനുടനങ്ങുൽക്കലനും ഗയനും വിമലനും നന്ദനന്മാരുളരായാരിളനന്നു നന്ദിച്ചിരുന്നു സുഖിച്ചിതു കേവലം. മന്നവൻ വൈവസ്വതനും യമുനയിൽ നിന്നു 100 ആണ്ട് തപസ്സു ചെയ്തിടിനാൻ. പന്നകശായിനം ധ്യാനിച്ചു സന്തതിം പിന്നെയും പ്രാർത്ഥിച്ചു പുത്രകാമേഷ്ടിയും. പന്നകശായിനം ധ്യാനിച്ചു സന്തതിം പിന്നെയും പ്രാർത്ഥിച്ചു പുത്രകാമേഷ്ടിയും. നന്നായി അഴകോടു ചെയ്തിരിക്കുന്ന നാൾ നന്ദനന്മാരുളരായിനാർ 10 പേർ. ഇക്ഷ്വാകുവും നൃഗൻ ശര്യാതിദിഷ്ടനും ദൃഷ്ടൻ കരൂഷകനും നരിഷ്യന്തനും നാഭാഗനും പൃഷധ്രൻ കവിയും നവർശോഭയാ 10 പേർ വന്നുളരായതിൽ 8-ാമനായ പൃഷധ്രൻ ഗുരുവിനങ്ങിഷ്ടമായി വിദ്യ പഠിച്ചു തന്നെ അന്തികെ നിത്യമിരിക്കുന്ന കാലം ഒരു ദിനം തത്ര രാത്രവും ഗുരുവിൻ പശുക്കൂട്ടത്തിൽ പുക്കു വ്യാഘ്രം പിടിച്ചാൻ പശുവൊന്നിനെ. വ്യഗ്രം കലർന്നലറി പശുവും തഥാ ആർത്തനാദം കേട്ടു രാത്രവും പൃഷധ്രനും ശീഘ്രം പുറപ്പെട്ടു വാളുമായി ചെന്നുടൻ വെട്ടിനാൻ കൂരിരുട്ടത്തു ചെവിയേറ്റു പെട്ടെന്ന് ശാർദൂലവും പാഞ്ഞുപോയിനാൻ. തത്കരവാളതേറ്റു പശുക്കഴുത്തുൾക്കാമ്പിൽ വ്യാഘ്രമെന്നോർത്തു നൃപാത്മജൻ പോന്നിങ്ങു വന്നു കിടന്നുറങ്ങിയിടിനാൻ. ആംനായ സാരാർത്ഥമൂർത്തി ദിവാകരൻ താനുദിക്കുമ്പൊഴുതങ്ങു ചെന്നഞ്ചസാ മാനവേന്ദ്രാത്മജനാഹന്ത തന്നുടെ വാളേറ്റു തത്കഴുത്തറ്റു ധരണിയിൽ ചീളേ മരിച്ചു കിടന്ന പശുവിനെ കണ്ടു. പരിതാപത്തോട് പൃഷധ്രനങ്ങിണ്ടൽ മുഴുത്തു വിവശനായി ഏറ്റവും മന്ദനായി നിന്നുഴന്നേറ്റം നിരൂപിച്ചു. തന്നുള്ളിലാമാറുറപ്പിച്ചു സാമ്പ്രതം ബ്രഹ്മചര്യം ധരിച്ച് ഈശ്വരോപാസനം ധർമ്മേണ ചെയ്തു പുരുഷാർത്ഥവും ഉദാസാധിച്ചു കൊണ്ടാൻ. കവിയും വിരക്തനായാദോ ഭഗവതുപാസനാശീലനായി ഭഗവതുപാസനാശീലനായി കാരണനാകിയ നാരായണൻ പദംഭോരുകമൊവ്യം ചേർന്നുകൊണ്ടിടിനാൻ. കാരണനാകിയ നാരായണൻ പാദാംഭോരുകം അവ്യയോ ചേർന്നുകൊണ്ടിടിനാൻ. വീരരായുള്ള കരൂഷകന്മാരതിശൂരരാം ബാഹുജ വീരരുലകതിൽ കാരുഷരായതു ദൃഷ്ടവംശത്തെ ഇപ്പാരതിൽ ധാർഷ്ടരെന്നുണ്ടു ചൊല്ലിയിടുന്നു മിക്കവാറും ബഹുബ്രാഹ്മണർ പോലവർ ഉൾക്കാമ്പിലാമാറിക. നൃഗരുടെ പുത്രൻ സുമതി പുനരവൻ തന്നുടെ പുത്രനായി ഭൂതജ്യോതിർവസു പ്രതീകൻ തസ്യ കുമാരകനോഘവാനോഘവത്യാഖ്യയും കേൾ നരിഷ്യന്തനും കേവലം ചിത്രസേനാഖ്യനാം പുത്രനുണ്ടായഥ. തത്ര ദക്ഷാദികളുണ്ട് അസംഖ്യാന്വയം. അഗ്നിവേശ്യായനാകിയ ഭൂസുരേന്ദ്രാദ്യാന്വയം അവസാനം പറയുന്നു. ദിഷ്ടനു നന്ദനൻ നാഭാഗൻ എത്രയും ഇഷ്ടനവന്നു ഭളന്തനനന്ദനൻ വത്സനവന്നു സുതൻ തതപ്രാംശുവും തത്സുതനാകും പ്രമതേ ഖനിത്രനും തത്സുതൻ ചാക്ഷുഷൻ പിന്നെ വിവിംശതി തത്സുതൻ രംഭൻ ഖനിനേത്രനും ക്രമാൽ തത്സുതനല്ലോ കരന്ധമൻ തത്സുതനായത് വീക്ഷിത്തുപോലുടൻ തത്സുതനല്ലോ മരുത്തനവൻ സുതൻ എത്രയും ഏറ്റം പ്രസിദ്ധൻ ദമനഥ. തത്സുതൻ രാജ്യപ്രവർദ്ധനായത് തത്സുതനല്ലോ സുധൃതിയാകുന്നതവൻ. നാരായണ 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 നാരായണ. തത്സുതൻ പോൽ നരൻ കേവലൻ വിന്ദുമാൻ തത്സുതൻ വേഗവാനങ്ങവൻ തത്സുതൻ. മുൻപിലലംബുസയെന്നു പേരായൊരു ശംപാസമാങ്കിയാം അപ്സര സ്ത്രീമണി വന്നു ചേർന്നിടിനാൾ. അന്ന് അവൾ തന്നിലങ്ങ് അന്യൂനരാഗം കലർന്നു നരവരൻ തന്നുട നന്ദനായുളവായതു കന്യകയായോരിളി വിളയെന്നവൾ.
പിന്നെ വിശാലാദി 3 സുതന്മാരും ഉന്നതനാം അവനുണ്ടായി തഞ്ചസ എന്നതിൽ വിശ്രവസിന്നങ്ങിളിബിള തന്നിൽ ഇന്നങ്ങുളനായാൻ ധനേശ്വനും ചെമ്മേ വിശാലജൻ പോൽ ഹേമചന്ദ്രനാം നിർമ്മലൻ തന്മകൻ ധൂമ്രാക്ഷനായതും സംയമനും സഹദേവൻ കൃശാശ്വനും സോമദത്താഖ്യൻ ക്രമേണ സുമതിയും ഭൂമിപതേ ജനമേ ജയന്താൻ ഉൾപ്രേമാൽ ക്രമാദിഷ്ടവംശസംഭൂതർക്കേൾ ശര്യാതിമുന്നം സുകന്യകയെന്നു പേരായ തനൂജിയാ ചെന്നു വനാന്തരം പുക്കുകൊണ്ടച്യവനാശ്രമം പ്രാപിച്ചു നിൽക്കും നളവൊരു പുറ്റിൻ പ്രശോഭകൾ ദൃഷ്ടുവാപി കണ്ടകാഗ്രേണ കുത്തുമ്പൊഴുതെട്ടാശകൾ വിളങ്ങിയിടുമാറങ്ങതിൽ നിന്നുള്ളനായ മുനീന്ദ്രൻ ച്യവനനാകുന്നതവന്നു കൊടുത്താൻ സുകന്യയെ തമ്മിലന്യോന്യാനുരാഗവശേന സൗരമ്യാശ്യാവസിച്ചിടിനാരന്വഹം അന്നു സൗന്ദര്യവും യൗവനപൂരവും വന്നുകൂടും വണ്ണം ദമ്പതിമാർകളെ നന്നായി അനുഗ്രഹിച്ച അശ്വിനി ദേവകൾ പിന്നെ അവരോടുകൂടവേ സാദരം മന്നവൻ ശര്യാദി ദിഗ്വിജയം ചെയ്തു നിന്നുകൊണ്ട് ഇന്ദ്രനെയും ജയിച്ചഞ്ചസാ ചെയ്ത യാഗത്തിങ്കലങ്ങു പോയി ചെന്നൊരു കൈതവമെന്നിയെ പൃഥ്വീതലത്തിലെ ശര്യാദിജരുളരത്രയും കീർത്തി ചേർത്താരാത്രി നന്ദനർ രേവതനന്ദനരെന്നൊരു 100 പേരാവിർഭവിച്ചാർ കുകുത്മ്യാദിപുത്രന്മാർ കേവലം പിന്നെ അവൻ ഒരു പുത്രിയും രേവതി എന്നുളവായാൾ അവളുടെ ഭർത്താവ് ഒരുത്തൻ സദൃശനായുള്ളതാര്യ ത്രിലോകത്തിങ്കലെന്നുള്ളതഞ്ചസ പത്മോദ്ഭവനോട് ചോദിപ്പതിന്നു തൻ പുത്രിയെയും കൊണ്ടു ചെന്നങ്ങു നിന്നവൻ ചോദിച്ചറിഞ്ഞ അനേകങ്ങൾ ചതുര്യുഗം മോദിച്ചു പാർത്തു ബലനു നൽകേടിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്ദീസുതാപാലനം ഏതദ് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ നാരായണായ. നാരായണ 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 നാരായണ. ഹരി ഓം തത്സത്.